ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിളയെ ഹോസ്പിറ്റലിലെത്താൻ സഹായിച്ചയാളും വീട് തുറന്നു തരാൻ ബാങ്കുകാരോട് ആവശ്യപ്പെട്ടയാളും ഒരാളാണോ എന്ന സംശയം കാവേരി ഗംഗയുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഗൗരി ശങ്കരത്തിലെത്തുന്ന നരി എന്ന് മുത്തശ്ശൻ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നരേനോട് ഇനിയെങ്കിലും ഈ ഓട്ടമൊന്ന് അവസാനിപ്പിച്ചൂടെ എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഴയ നരിയെ തിരിച്ചു വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അത് പ്രതീക്ഷിക്കേണ്ടെന്നും തന്റെ ജീവിതത്തിൽ സംഭവിക്കാനും പ്രതീക്ഷിക്കാനും ഇനി ഒന്നുമില്ലെന്നും തന്നെ വഞ്ചിച്ചവളെ കണ്ടെത്തുന്നതുവരെ തന്റെ ഓട്ടം തുടരുമെന്നും അവളെ കണ്ടെത്തിയ തന്നെ പഴയ നരേന്റെ മടങ്ങിവരവുണ്ടാവില്ലെന്നും അവൻ തീർത്തു പറയുകയാ. ഇവിടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുകയാ ശാരദയും മക്കളൊക്കെ അമ്മയ്ക്ക് ആശ്വാസമേകി പ്രതീക്ഷയോടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അച്ഛനില്ലാത്തതിന്റെ വിഷമം അവരുമായി പങ്കുവെക്കുന്നുണ്ട് അമ്മയും. നിളയും യമുനയും സ്കൂളിലേക്കും കോളേജിലേക്കുമായി പോയി കഴിയുമ്പോഴേക്കും ഗംഗ തന്റെ തയ്യൽ ജോലി തുടങ്ങുമ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ടെത്തി ഈ ജോലി തുടങ്ങിയോന്ന് ചോദിക്കുന്നത്. എന്താ അച്ഛമ്മേ, എന്തേലും ആവശ്യമുണ്ടോന്ന് ഗംഗയും. ഓ, എനിക്കെന്താ ആവശ്യം? എന്റെ അരവിന്ദൻ പോയിട്ട് ആഴ്ചയൊന്നും കഴിഞ്ഞില്ല. എല്ലാവരും അവനെ മറന്നെന്ന് സങ്കടത്തോടെ പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മയെന്ന് ഗംഗ വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ അവിടെ തന്നെ നിന്ന് സങ്കടത്തോടെ കരയുകയാ. ഗംഗ എഴുന്നേറ്റ് അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്ന് അച്ഛമ്മയെ തന്റെ നേരെ തിരിച്ചു നിർത്തി അച്ഛമ്മയുടെ മുഖം പിടിച്ചുയർത്തി, അച്ഛമ്മേ, ആരെ കാണിക്കാനാ ഇത്? അച്ഛമ്മയ്ക്ക് എല്ലാം അറിയുന്നതല്ലേ. മരിച്ചുപോയ അച്ഛനെ കാണിക്കാനാണെങ്കിൽ അച്ഛനെ കൂടുതൽ സങ്കടാവല്ലേയുള്ളൂ. ഒന്നിലും സങ്കടപ്പെട്ട ജീവിതം വഴിമുട്ടി പോവരുതെന്നാ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. പോട്ടെ എന്ന് അച്ഛമ്മയെ ആശ്വസിപ്പിച്ച് അവൾ വീണ്ടും തയ്ക്കാനായി പോവുകയാണ്. തയ്യൽ മെഷീനെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ഇടയ്ക്കൊരു തടസ്സമുണ്ടായാൽ പിന്നെ മടി പിടിച്ചിരിക്കാനാ ഇഷ്ടം. അത് മനുഷ്യനായാലും മെഷീനായാലും അപ്പോഴും നാളെ എന്ത് എന്നൊരു ചോദ്യമുണ്ടാവും. പ്രിയപ്പെട്ടവരുടെ വിശപ്പും വേദനയും ഒക്കെയാ കണ്ണി കാണുന്നതെങ്കിൽ നമുക്കും ജീവിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ഒക്കെ ഒരു തോന്നലുണ്ടാവും. മെഷീൻ എണ്ണയിട്ട് കൊടുക്കും പോലെ മയക്കത്തിന്നും ആലസ്യത്തിന്നുമൊക്കെ നമ്മൾ താനെ ഉണർന്നുള്ളൂ എന്ന് പറഞ്ഞ് മെഷീനിൽ ഓയിലിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തള്ളിന്റെ ആവശ്യമേ ഉള്ളൂ. യന്ത്രം പോലെ ജോലി ചെയ്തോളുമെന്ന് മെഷീൻ ചവിട്ടിക്കൊണ്ട് ഗംഗ പറയുകയാ. അച്ഛമ്മ എപ്പോഴും കരച്ചിലൂടെ സങ്കടത്തോടെ അവിടെ തന്നെ നിൽക്കുകയാ. അവിടെ മുറ്റത്തുള്ള മുളക് ചെടിയിൽ നിന്നും ശാരദ മുളക് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീത് തന്റെ കയ്യിൽ ഒരു കവറുമായി അങ്ങോട്ടെത്തി. ആരുമില്ല ഇവിടെ? എന്താ ഒച്ചയും ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. സ്കൂളിൽ പോയി, യമുന കോളേജിലും അവരെ കൊണ്ടുവിടാൻ കാവേരിയും പോയെന്ന് അമ്മായി പറയും. നല്ലതാ, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ മനസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടുമെന്ന് വിനീതും. അത് സമ്മതിച്ചുകൊണ്ട് അമ്മായി വിനീതിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും അമ്മായി എന്താ ചിന്തിച്ചത്? അമ്മായിക്ക് അങ്ങനെ പോവാൻ ഒരിടമില്ലെന്നാണോ? അങ്ങ് കടയിലേക്ക് വന്നേക്കണം. അവിടെ ഇരുന്നാലേ ഈ പുഷ്പവാടി മുഴുവൻ കാണാം. നമുക്കവിടെ കുറച്ച് കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞു കൂടാന്നേ എന്ന് വിനീത് ചിരിയോടെ പറയുമ്പോഴേക്കും ശാരദയും അത് കേട്ട് ചിരിക്കുകയാ. അവൻ തന്റെ കയ്യിലുള്ള കവർ നീട്ടിക്കൊണ്ട്, ഇതാ അമ്മായി, കുറച്ച് സ്നാക്സാ, കുട്ടികളെ പഠിത്തം കഴിഞ്ഞു വരുമ്പോ കൊടുക്കാം എന്ന് പറയേ, എന്തിനാ വെറുതെ കാശ് കളയുന്നത് മോനെ? അമ്മായിയും ചോദിക്കുക. ഓ, ഇത് വാങ്ങാൻ വേണ്ടിയേ ഞാൻ എന്റെ കട അങ്ങ് വിറ്റായിരുന്നെന്ന് ഇതും ചിരിയോടെ പറയേ. ആണോ എന്ന് ശാരദയും ചോദിക്കുകയാണ്. ഞാൻ അമ്മമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് അകത്തോട്ട് കയറി പോവുകയാണ്. അവൻ ഓടി സീറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഗംഗയെ കാണുന്നത്. ഒരു നിമിഷം അവർ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിൽക്കുകയാ. അപ്പോഴാണ് ഒരു അയൽക്കാരി ചേച്ചി ശാരദയുടെ അടുത്തേക്ക് വന്ന ചേച്ചി ഗംഗയില്ലെന്ന് ചോദിക്കുന്നത്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാരദ നോക്കുമ്പോഴേക്കും സീറ്റ് ഔട്ടിൽ നിൽക്കുന്ന ഗംഗയെ കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച അവളും വിനീതിനോടൊന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി പോവുകയാണ്. അവൾ അവരുടെ അടുത്തെത്തി, എന്താ പ്രമിളേച്ചി എന്ന് ചോദിക്കേ. അല്ല മോളെ, എനിക്കൊരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു, മോള് തയ്ക്കുവോന്ന് എന്ന് പ്രമിളേച്ചി പറഞ്ഞു നിർത്തുമ്പോഴേക്കും, അതെന്താ ചേച്ചി അങ്ങനെ ഒരു സംശയം? അല്ലേ ചേച്ചിയുടെ ബ്ലൗസ് എല്ലാം തയ്ച്ചോണ്ടിരുന്നേന്ന് ഗംഗയും. ഇടയ്ക്ക് മോള് തയ്യൽ നിർത്തിയില്ലേ? പിന്നെ അച്ഛൻ മരിച്ചിട്ട് അധികമായില്ലല്ലോ. എന്നാ ചേച്ചി ചോദിക്കേ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ചേച്ചി, നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഇനി ഒരിക്കലും തയ്യൽ നിർത്തേണ്ടെന്ന എന്റെ തീരുമാനമെന്ന് ഗംഗയും. അവരെ നോക്കി നിൽക്കായിരുന്ന വിനീതും അങ്ങോട്ട് ഇറങ്ങി വരികയാ. ആ ചേച്ചി തയ്ക്കാനുള്ളത് ഗംഗയ്ക്ക് കൊടുക്കുമ്പോഴേക്കും ഗംഗയും പറയുന്നുണ്ട്, എനിക്കിപ്പോ തയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാ ചേച്ചി, പണം വേണം. ഞാൻ വീണ്ടും തയ്യൽ തുടങ്ങിയ കാര്യം ചേച്ചി ബന്ധുക്കളോടും നാട്ടുകാരോടും എല്ലാം പറയണം, എനിക്ക് വലിയ സഹായമായിരിക്കും അത് എന്നവൾ പറയുന്നത് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന വിനീതം ശ്രദ്ധിച്ചു നിൽപ്പാ. ഇപ്പോ എന്നത്തേക്ക് കിട്ടും മോളെ എന്ന് ആ ചേച്ചി ചോദിക്കേ. വൈകിട്ടത്തേക്ക് വന്നാ മതി ചേച്ചി, തയ്ച്ചു വെക്കാമെന്ന് ഗംഗയും. ആ ചേച്ചി യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും അമ്മയോട് പോവാം അമ്മയെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന വിനീതിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ഗംഗ അകത്തോട്ട് കയറി പോവുകയാ. അവളെ നോക്കി നിൽക്കായിരുന്ന അമ്മായി വിനീതിനോടായി പറയുന്നുണ്ട്, കാലുവേദനിക്കും നടുവേദനിക്കും പറഞ്ഞ് അച്ഛൻ തയ്യൽ മെഷീൻ തൊടുവിക്കാതിരുന്ന കുട്ടിയാന്ന്. അത് കേൾക്കെ വിനീതും, കുഴപ്പമില്ല അമ്മായി, തയ്യലൊരു മരുന്നാ, എല്ലാം മറക്കാനുള്ള മരുന്ന് എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ കോളേജിന്റെ മുറ്റത്ത് വിശാൽ ഒരു ബൈക്കിലിരുന്ന് പുസ്തകം മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. നടന്നു പോകുന്ന പെമ്പിള്ളേരെല്ലാം വായി നോക്കിക്കൊണ്ട് നിൽക്കായിരുന്ന അവന്റെ ഒരു കൂട്ടുകാരനും അവനോടായി പറയുന്നുണ്ട്, അയ്യ, ഈ ബാച്ചിൽ നല്ലതൊന്നും ഇല്ലെന്ന്. തലന്റെ മറുപടിയൊന്നും കാണാഞ്ഞേ
എടാ മൈ കൂട്ടുകാരാ, പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശാൽ. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് അങ്ങോട്ട് നടന്നു വരികയായിരുന്ന യമുനയെ കാണുന്നത്. ആ യമുന എന്ന് വിശാലിനോടായി പറയേ യമുനയോ എന്ന് ചോദിച്ച് വിശാലും ബുക്കെല്ലാം മാറ്റിവെച്ച് ബൈക്കിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. യമുന, നീ കോളേജിൽ വന്ന് തുടങ്ങിയോ എന്ന് വിശാൽ ചോദിക്കേ. പഠിത്തമല്ലാതെ എനിക്ക് വേറെന്താ വിശാലെ പിടിവള്ളി എന്ന് യമുനയും. അത് നല്ലതാ, പഠിത്തം വേണം, എന്നാലും കോളേജിൽ വരുന്ന കേസ് ഇന്നലെ രാത്രി വിളിച്ചപ്പോ പോലും പറഞ്ഞില്ലല്ലോ എന്ന് വിശാലും. വരാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രിയാ. ഗംഗേച്ചി ചില പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ പഠിത്തത്തിന്റെ വില മനസ്സിലായി എന്ന് യമുന പറയുന്നത് കേൾക്കെ അല്ലാതെ കോളേജിൽ വരാൻ തോന്നിയില്ലേ എന്ന് വിശാലും. പഠിക്കാനല്ലാതെ വേറെന്തിനാ കോളേജിൽ വരുന്നേ എന്ന് യമുന. വിശാൽ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കുന്നത് കാണേ എന്താ എന്ന് യമുനയും. ഇത്രയും ദിവസം യമുന വരുന്നുണ്ടോന്ന് നോക്കി കോളേജ് ഗേറ്റ് നോക്കി നിന്ന എന്നോട് തന്നെ നീ ഇത് പറയണം എന്നവൻ സെന്റിയടിക്ക്. സോറി വിശാൽ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചില്ലെന്ന് യമുനയും. യമുന ചിന്തിച്ചാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ യമുന മാത്രമാണുള്ളത് എന്ന് വിശാൽ പറയുന്നത് കേൾക്കെ യമുനയ്ക്കും നാണം വരുന്നുണ്ട്. അവൻ അവളുടെ കൈ കവർന്നെടുത്ത് തന്റെ കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിക്കുമ്പോഴേക്കും അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്ന അവന്റെ കൂട്ടുകാരനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. യമുനയെ കാണാൻ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് വിശാൽ പറയേ. മനസ്സിലാവും വിശാൽ, പക്ഷേ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് ടെൻഷനോടെ യമുനയും. അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് സാഹചര്യം എന്തായാലും ഞാൻ എപ്പോഴും കൂടെയുണ്ടെന്ന് വിശാലും ഉറപ്പു നൽകുകയാണ്. യമുന ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് തന്റെ കൈ പിൻവലിച്ചെടുക്കുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വിശാലും. കോളേജ് ആയാലെന്താ, നീ എന്റേതു മാത്രമാ. ഇപ്പൊ തന്നെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് ദേഷ്യത്തോടെ വിശാൽ. വേണ്ട, ക്ലാസ്സിന് സമയമായി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് യമുന നടന്നു നീങ്ങുകയാണ്. വിശാലും അവളുടെ പുറകെ ചെന്ന് ഏയ് എന്ന് വിളിക്കുമ്പോഴേക്കും യമുനയും തിരിഞ്ഞു നോക്കുകയാ. കൂടെയുണ്ട് എപ്പോഴും കേട്ടോ എന്ന് വിശാൽ പറയുന്നത് കേൾക്കെ യമുന ചിരിയോടെ നടന്നു നീങ്ങുമ്പോഴും എന്നും എപ്പോഴും എന്ന് വിശാൽ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ അവളും നാണത്തോടെ നടന്നു നീങ്ങുകയാ. അപ്പോഴേക്കും അവന്റെ ഫ്രണ്ട് അങ്ങോട്ടെത്തി. അളിയ, ഈ ഡയലോഗ് തന്നെയല്ലേ നീ ഇന്നലെ സ്റ്റെല്ലയോടും പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ എന്ന് വിശാലും. ശരിക്കും നിനക്കിതിൽ ആരോടാ പ്രേമമെന്ന് അവൻ ചോദിക്കേ. പ്രേമമോ? അത് ഈ കോളേജിലെ എല്ലാ സുന്ദരിമാരോടുമുണ്ട്, അക്കൂട്ടത്തിലെ ചില മിസ്സുമാരുമുണ്ട് എന്നവൻ പറയുന്നത് കേൾക്കെ അവന്റെ ഫ്രണ്ട് ഒരു ഞെട്ടലോടെ ആന്റി ലവർ ആണോടോ നീ? ഞാൻ വിചാരിച്ചത് ആ യമുനയെ നീ കല്യാണം കഴിക്കുമെന്നാ. അവൻ ചോദിക്കേ കല്യാണമോ? ഇനിയും എത്ര വർഷമുണ്ടടാ? സമയമാവുമ്പോ അച്ഛൻ തീരുമാനിക്കും. ജാതി, മതം, തറവാടിത്തം, സാമ്പത്തിക അവസ്ഥ ഇതൊക്കെ നോക്കി വേണ്ടേ കല്യാണം കഴിക്കാൻ? അതുവരെ 5-6 പെൺകുട്ടികളെ പ്രേമമെന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഒരന്തസ്സല്ലേ അളിയ? മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരാള് മാത്രമാണ് യമുന എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽക്കുകയാ വിശാലും. അവിടെ സ്നേഹതീരത്തിൽ ഗംഗ തയ്ക്കുന്ന തിരക്കില. അപ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ട് വന്ന് ഗംഗെ ആരോ വന്നിരിക്കുന്നുവെന്ന് വിളിക്കുന്നത്. അവിടെ വേറെ ആരുമില്ലെന്ന് ഗംഗ ചോദിക്കുമ്പോ നിന്നെ കാണണമെന്നാ പറയുന്നെന്ന് അച്ഛമ്മ. എന്നെയോ? എന്തിനെന്ന് സംശയത്തോടെ ഗംഗ ചോദിക്കേ. അതൊന്നും ഞാൻ ചോദിച്ചില്ലെന്ന് അച്ഛമ്മയും. അത് കേൾക്കെ അവളും തയ്യൽ നിർത്തി സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ചേച്ചി തയ്ക്കാനുള്ളതുമായി മുറ്റത്ത് നിൽപ്പാ. ഗംഗയല്ലേന്ന് അവർ ചോദിക്കേ. അതെ എന്ന് ഗംഗയും. എനിക്ക് 3-4 ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നുവെന്ന് അവർ പറയേ. തയ്ക്കാലോ എന്ന് സന്തോഷത്തോടെ ഗംഗ. നന്നായി തയ്ച്ചു തരുമല്ലോ അല്ലേ എന്നാ ചേച്ചി ചോദിക്കേ. പിന്നെന്താ, ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഗംഗയും. ആ ചേച്ചി താൻ തയ്ക്കാൻ കൊണ്ടുവന്ന കവർ നൽകിക്കൊണ്ട് മോഡലും അളവുമൊക്കെ ഇതിലുണ്ടെന്ന് പറയുകയാ. ഗംഗയും അത് വാങ്ങി നോക്കിക്കൊണ്ട് ചേച്ചി ഇവിടെ ആദ്യമായിട്ടാണല്ലോ, ആരാ ഞാൻ തയ്ക്കുമെന്ന് പറഞ്ഞതെന്ന് ഗംഗ ചോദിക്കുകയാ. ഇവിടെ ഗംഗ ടൈലേഴ്സ് നടത്തുന്ന ആ വിനീതില്ലേ, അവനാ പറഞ്ഞത്. വിലാസിനി എന്നാ എന്റെ പേര്, അടിവാരത്താ വീട്. ആര് ബ്ലൗസ് തയ്ച്ചാലും എനിക്ക് പാകമാവില്ല. വിനീതിനെയാണെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കാം. ഇപ്പോ തയ്ക്കാൻ ചെന്നപ്പോ അവൻ പറയാ ലേഡീസിന്റെ ഒന്നും തയ്ക്കുന്നില്ലെന്ന്. പിന്നെ ആരെ കൊണ്ട് തയ്പ്പിക്കുമെന്ന് ചോദിച്ചപ്പോഴാ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. ഇങ്ങോട്ടുള്ള വഴിയും ഫോൺ നമ്പറും എല്ലാം പറഞ്ഞു തന്നു എന്നവർ പറയുന്നത് കേൾക്കെ ഗംഗയും സന്തോഷത്തോടെ നിൽപ്പാ. ആ സമയം വിനീത് അവിടെ തന്റെ തയ്യൽക്കടയുടെ മുന്നിലെ ചുവരിൽ ലേഡീസ് ഐറ്റം തയ്ക്കുന്നതിന് എന്ന് പറഞ്ഞ് പെയിന്ററെ കൊണ്ട് എഴുതിപ്പിക്കുകയാ. പെയിന്ററും വിനീതിനോടായി, എടാ വിനീതെ, ഈ കടയിൽ മാത്രമല്ല പുഷ്പവാടിയിലെ മുക്കിലും മൂലയിലും വരെ ഇതുപോലത്തെ ബോർഡ് വെക്കണം, എന്നാലേ ആൾക്കാരുടെ ഓർമ്മയിൽ നിൽക്കൊള്ളുന്നു പറയേ. അത് ശരിയാന്ന് വിനീത്. അത് കേട്ടിരുന്ന കടയിലെ സലീമിക്കയും അത് മാത്രം പോരാ, കൂടെ വേറെ ബോർഡും കൂടി വേണം. ഒരു തയ്യൽ മെഷീൻ അടക്കം ഒരു തയ്യൽ കടയിലെ മുഴുവൻ സാധനങ്ങളും വിൽപ്പനയ്ക്കുണ്ടെന്ന്. വിനീതിന്റെ പേരും ഫോൺ നമ്പറും കൂടി വെച്ചോ എന്ന് പറയുന്നത് കേൾക്ക്. എന്ത്, എന്റെയോ എന്ന് ചോദിച്ച് വിനീത് അങ്ങോട്ട് ചെല്ലുകയാണ്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും വിനീതെ, ഈ കടയിൽ ഇനി തയ്യലൊന്നും കിട്ടാൻ പോകുന്നില്ല, നമ്മൾ ഇവിടെ വെറുതെ ഈച്ചയും അടിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും പെയിന്റർ ബേബി ചേട്ടനും അങ്ങോട്ട് കയറി ചെന്ന് എന്തുവാടാ ഈ പറയുന്നത് എന്ന് ചോദിക്കേ. ബേബി ചേട്ടാ, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ? തുണി തയ്ക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ കുറവാ. സിറ്റിയിലൊക്കെ എല്ലാവർക്കും റെഡിമെയ്ഡ് മതി. പുഷ്പവാടിയിലും തുടങ്ങിയിട്ടുണ്ട് 1-2 എണ്ണം. അതിനിടെ തയ്ക്കാൻ കിട്ടുന്നത് കുറച്ച് ബ്ലൗസ് മാത്രം. ലേഡീസ് ഐറ്റംസ് തയ്ക്കേണ്ടെന്ന് തീരുമാനിച്ച് വിനീത് മുഴുവൻ ഐറ്റംസും വിട്ടുകൊടുത്തതാ. ഇനി എന്താ തയ്ക്കാൻ കിട്ടുക
എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കും. ദിവസം 2 ബോർഡ് എഴുതിയ നിങ്ങൾക്ക് കുപ്പിയടിക്കാനുള്ള കാശ് കിട്ടും. വിനീത് ഇവിടെ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു പങ്ക് ഇപ്പോഴും അമ്മാവന്റെ വീട്ടിലേക്കാ പോകുന്നത്. അതുകൂടാതെയാ ഇപ്പോ വർക്ക് മുഴുവൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ നൈസായിട്ട് തേച്ചിട്ട് പോയ പെണ്ണിന് എന്ന് സലീമിക്ക പറഞ്ഞു നിർത്തുമ്പോഴേക്കും സലീമിക്ക എന്ന് താക്കീതോടെ വിനീതും വിളിക്കുക. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് ഒരു കുടുംബമുണ്ട്. ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയാ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കാശ് അവിടെ കിട്ടും. എത്ര കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാ. നീ തോറ്റുപോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. നീ എന്നെ മണ്ടനാക്കുമ്പോ ഒരു സങ്കടമുണ്ട് എന്ന് സലീമിക്ക ടെൻഷനോടെ പറയുമ്പോഴേക്കും വിനീതും സലീമിക്കയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പോട്ടെ സലീമിക്ക, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ദേ നിങ്ങൾക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ ഉണ്ടിക്ക കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. ഇവിടെ ഗംഗയും ആ ചേച്ചി കൊണ്ടുവന്ന തുണികളെല്ലാം കവറിൽ നിന്ന് എടുത്തു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർക്കുകയാ. ഇവിടെ ഗംഗ ടയേഴ്സ് നടത്തുന്നില്ലേ, ആ വിനീത പറഞ്ഞത്. അവിടെ തയ്ക്കാൻ കൊണ്ടു ചെന്നപ്പോ അവൻ പറയാ ലേഡീസിന്റെ ഒന്നും തയ്ക്കുന്നില്ലെന്ന്. എന്നാ ചേച്ചി പറഞ്ഞതും ചേച്ചി വിനീതേട്ടൻ എന്താ ഒരു കുറവ് എന്ന് കാവേരി ചോദിക്കുന്നതും വിനീതേട്ടന് കുഴപ്പമൊന്നുമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ എനിക്ക് കല്യാണമൊന്നും കഴിക്കേണ്ടെന്ന് ഗംഗ പറയുന്നതും അത് കേട്ട അമ്മ അവളെ വഴക്കു പറയേ. അവൾ തന്റെ അരികിലിരിക്കുന്ന അച്ഛനോടായി, അച്ഛാ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ വിനീതേട്ടൻ തയ്യൽക്കാരൻ, ഞാൻ തയ്യൽക്കാരി. ഞങ്ങൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് തയ്യലിന്റെ കാര്യങ്ങളില്ലാതെ വേറെന്ത് സംസാരിക്കും എന്നൊക്കെ അന്ന് പറഞ്ഞതെല്ലാം ഓർത്ത് അവൾ ഇരിക്കുകയാണ്. കണ്ടോടി എന്ന് ചോദിച്ചോണ്ട് അച്ഛമ്മ അങ്ങോട്ട് കയറി വരുന്നത്. ഗംഗ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്റെ വിനീത് മോന് നിന്നോടുള്ള സ്നേഹം എത്രയാന്ന് കണ്ടോടി എന്ന് ചോദിച്ച അച്ഛമ്മ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവൻ ഇനി പെണ്ണുങ്ങളുടെ തുണിയൊന്നും തയ്ക്കുന്നില്ലെന്ന്. അങ്ങനെ തയ്ക്കാതിരുന്ന അവൻ എങ്ങനെ ജീവിക്കും? അതുപോലും അവൻ ഓർത്തില്ല. നിന്നെക്കുറിച്ച് മാത്രമേ അവൻ ഓർത്തുള്ളൂ. നീയും നമ്മുടെ കുടുംബവും വയറു കായാതെ കിടന്നുറങ്ങണമെന്ന്. തടി സ്നേഹം. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കെന്താ കുറച്ച് സ്റ്റൈല് വേണം. മലയും മഞ്ഞും ഒന്നും പിടിക്കുകയല്ല. സ്റ്റൈലുള്ള ഒരുത്തൻ മലകേറി വന്നല്ലോ. ഒടുക്കം എന്തായി? നമ്മുടെ കയ്യിൽ ഒരു ചക്കച്ചുളയും ഇല്ലെന്നറിഞ്ഞപ്പോ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല. അവന്റെ നിഴല് ഈ വീട്ടിൽ വീണ നിമിഷം എന്റെ അരവിന്ദന്റെ ചങ്കിൽ തീപ്പോട്ട് വീണതാ. ഒടുവിൽ ആ വേദനയിൽ തന്നെ അവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ് അച്ചമ്മയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. എപ്പോഴും ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിപ്പാ. അത് കാണേ അച്ചമ്മയും കണ്ണീര് തുറച്ചുകൊണ്ട് ആരോട് പറയാൻ എന്ന് പറഞ്ഞ അച്ചമ്മ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ രാത്രിയാവുമ്പോൾ ജയപാലന്റെ വീട്ടിൽ ജയപാലനും ബാങ്കിലെ ജീവനക്കാരനായ ജയപാലന്റെ സുഹൃത്തും കൂടി മദ്യപിച്ചോണ്ടിരിക്കുക. ജയപാലൻ ടെൻഷനോടെ ഗ്ലാസും പിടിച്ചു നിൽക്കേ. എടോ ജയപാല, താൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കാതെ ആ പെഗ്ഗങ്ങ് പിടിപ്പിക്കടോ എന്ന് പറയേ. സാറ് ചുമ്മാതിരുന്നേ. എന്റെ മാനസികാവസ്ഥ സാറിന് അറിയാഞ്ഞിട്ടാ. സാറേ, നമ്മൾ ചില സ്വപ്നങ്ങൾ കണ്ടിട്ടെ അത് പെട്ടെന്നങ്ങ് കൈവിട്ടു പോകുമ്പോഴുള്ള സങ്കടമുണ്ടല്ലോ, അത് മരണത്തെക്കാൾ ഭീകരമാ എന്ന് ദേഷ്യത്തോടെ ജയപാലനും പറയുകയാ. റിയൽക്ക് ആ സാറും നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല, എല്ലാം നിങ്ങളുടെ പിടിപ്പുകേട്. അങ്ങനെയേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്ന് പറയേ. പിടിപ്പുകേട് സംഭവിച്ചിട്ടുള്ളതേ നിങ്ങളുടെയും നിങ്ങളുടെ ബാങ്കുകാരുടെയും ഭാഗത്താ എന്ന് ജയപാലനും. അത് കൊള്ളാം, പണം അടച്ചു കഴിഞ്ഞാലേ ജപ്തി ചെയ്ത മുതല് തിരിച്ചു കൊടുക്കണമെന്നാ ബാങ്കിന്റെ നിയമം. അത് തിരുത്തി എഴുതാൻ ഞാൻ ആളല്ല ജയപാല എന്ന് പറയേ. അല്ല, ഈ പണം അടയ്ക്കാൻ വന്നപ്പോഴേ നിനക്കെന്തേലും ഒഴിവുകഴിവ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ജയപാലനും. അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവനെ കുറെ നടത്തിയത്. ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാലേ എനിക്ക് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് അയാൾ. എന്നാലും നിങ്ങൾ പട്ടിണിയൊന്നും കിടക്കാൻ പോകുന്നില്ല, അത് ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് ജയപാലൻ പറയേ. ഞങ്ങൾക്കറിയാം, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്ന് അയാൾ. നല്ല കിളിക്കുഞ്ഞു പോലത്തെ വീടാ കൈവെള്ളെന്ന് പോയത്. ശിടാ, എന്നാലും ആ കാവേരി എങ്ങനെയാ ഇത്രയും കാശൊപ്പിച്ച് വീട് തിരിച്ചു പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ജയപാലനും. അവളെ സഹായിക്കാൻ ആളുണ്ടായിരുന്നുവെന്ന് ആ സാറ് പറയേ. അതാരെന്ന് ജയപാലനും. ഒരാളെ താൻ അറിയും, നിവിൻ, തന്റെ അനന്തിരവൻ. അയാൾ പറയുന്നത് കേൾക്കേ. അവനോ എന്ന് അമ്പരപ്പോടെ ജയപാലനും. അതെ, ഇവിടെ അമ്മാവന്റെ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തിയതിനു പിന്നിൽ അവനുമുണ്ട് എന്ന് അയാൾ പറയുന്നത് കേൾക്കേ. ഓ, അത് ശരിയെന്ന് ജയപാലനും. അവിടെ സ്നേഹതീരത്തിൽ എല്ലാവരും അത്താഴം കഴിക്കാനിരിക്കുകയാ. കഴിക്കാനിരിക്കുന്ന അമ്മയ്ക്കും അച്ചമ്മയ്ക്കും നിളയ്ക്കും വിളമ്പി കൊടുക്കുകയാണ് ഗംഗയും കാവേരിയും യമുനയും. എനിക്കിപ്പോ തന്നെ വേണ്ടായിരുന്നു എന്ന് ശാരദ പറയേ. ഇനി എപ്പോ കഴിക്കാൻ അമ്മേ? പാതിരാത്രിയിലോ എന്ന് കാവേരി ചോദിക്കും. അപ്പോഴത്തേക്കും ഇതെല്ലാം തണുത്തു മരവിക്കും കേട്ടോ എന്ന് ഗംഗയും പറയുകയാ. മര്യാദയ്ക്ക് കഴിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി വാരി തരുവേ എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ. വേണ്ട എന്ന് പറഞ്ഞ് നിറഞ്ഞു വന്ന തന്റെ കണ്ണീരൊപ്പിക്കൊണ്ട് ശാരദ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും അരവിന്ദേട്ടന്റെ ഓർമ്മകൾ മനസ്സിൽ വന്ന് നിറയുകയാണ്. വിഷമിച്ചിരിക്കുന്ന കാവേരി ആശ്വസിപ്പിക്കാനായി അച്ഛൻ അന്ന് ഉരുളയൂട്ടി എല്ലാവരെയും ഊട്ടുന്നതും ബാക്കി വന്ന ഒരു ചോറുരുള അരവിന്ദേട്ടൻ സ്നേഹത്തോടെ തന്നെ കഴിപ്പിക്കുന്നതും എല്ലാം ഓർക്കെ ശാരദയും കഴിക്കാതെ ഫുഡും കയ്യിൽ പിടിച്ചിരിപ്പ. നിളയുടെ പ്ലേറ്റിലേക്ക് യമുന ചമ്മന്തി വിളമ്പുമ്പോഴേക്കും നിളയും സങ്കടത്തോടെ ഈ ചമ്മന്തി അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലെന്ന് ചോദിക്കുന്നത് കേൾക്കെ ബാക്കിയുള്ളവർക്കും ടെൻഷൻ ആവുകയാണ്. ടെൻഷനോടെ ഇരിക്കുന്ന ശാരദയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടെൻഷനോടെ ഇരിക്കുന്ന നിളയെ ആശ്വസിപ്പിക്കാനായി അച്ഛന്റെ ശബ്ദത്തിൽ വിനീതേട്ടൻ വിളിക്കുന്നതും ആ കുടുംബത്തോടുള്ള വിനീതിന്റെ സ്നേഹത്തെപ്പറ്റി അച്ഛമ്മ ഓർമ്മിപ്പിക്കുന്നതും നിവിനെ
രാജേശ്വരി ഓഫീസ് ജോലികളെല്ലാം ഏൽപ്പിക്കുന്നതും കാവേരിക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാനായി ഗംഗ വിനീതേട്ടനോട് ആവശ്യപ്പെടുന്നതും വിനീത് അക്കാര്യത്തിനായി നിവിനെ വിളിച്ച് അവരുടെ റിസോർട്ടിൽ കാവേരിക്ക് എന്തെങ്കിലും ജോലി സെറ്റാക്കാമോ എന്ന് ചോദിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.